Hi friends, again I am back with tenses. Future tense, present tense, past tense. മൂന്ന് ടെൻസുകളും അതിൻ്റെ ടൈപ്സും യൂസുകളും എക്സാമ്പിൾസും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നു. സോ നമുക്കിനി ഒരു റിവിഷൻ നടത്താം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് ഡു ഡസ്, സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് ഡസ്. നിങ്ങൾക്കറിയാം സബ്ജക്ട് പ്ലസ് ഡു പ്ലസ് ഡസ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഐ മീൻ ഹി ഷീ ഇറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡസും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഐ യു ദേ വി എന്നാണെങ്കിൽ എന്താണ്? ഡു ആണ്. സിംഗുലറിന്റെ കൂടെ ഡുവും പ്ലൂറലിന്റെ കൂടെ എന്താണ്? പ്ലൂറലിന്റെ കൂടെ ഡുവും സിംഗുലറിന്റെ കൂടെ ഡസും ആണ്. ഓക്കെ, സബ്ജക്ട് പ്ലസ് ഡസ്. ഹി റൈറ്റ്സ് അല്ലെ, ദേ റൈറ്റ്. ഓക്കെ, he writes, they write. Okay, then present continuous tense. Present continuous tense. Present ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് പോവുക. Form is, am, are plus ing. Okay, he is writing, he is watching, I'm writing, I'm walking. അല്ലെ, they are running, they are playing. Okay, then present perfect tense. Present perfect tense. പ്രസന്റിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആവുകയും അതിന്റെ റിസൾട്ട് കയ്യിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാസ്, ഹാവ് പ്ലസ് V3. ഹാസ്, ഹാവ് പ്ലസ് V3. ഐ ഹാവ്, യു ഹാവ് അല്ലെ, ഹി ഹാസ്, ഷീ ഹാസ് റിട്ടൺ. V3 ഫോം. ഓക്കെ, റിട്ടൺ അല്ലെ, ഷീ ഹാസ് റിട്ടൺ എ നോവൽ. ഓക്കെ, ദെൻ present perfect continuous tense. present perfect continuous tense അല്ലെ, പ്രസന്റിൽ പെർഫെക്റ്റ് ആവുകയും കണ്ടിന്യൂ ആവുകയും ചെയ്യുന്ന ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഹാസ്, ഹാവ് പ്ലസ് ബീൻ പ്ലസ് ing. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് അല്ലെ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ്. എന്താണ്? പ്രസന്റിലെ പെർഫെക്റ്റും ആണ്, എന്നാൽ എന്താണ്? കണ്ടിന്യൂ ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള റിവിഷൻ പാർട്ട് ഇങ്ങനെ ഒരു ടേബിളായിട്ട് നിങ്ങളിതിങ്ങനെ കറക്റ്റ് ഒരു നോട്ട്ബുക്കിൽ ഒരു ടേബിളായിട്ട് തന്നെ എഴുതിയെടുക്കാം. നമ്മൾ ചില സമയത്ത് എത്ര പഠിച്ചാലും അതിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ചില സമയത്ത് ഒരു ഡൗട്ട് വരും. ബീനാണ്, അവിടെ ബീനുണ്ടോ, അത് ഹാസ് ആണോ, ഹാവ് ആണോ, അത് വിൽ ബി ആണോ എന്നൊക്കെ ഡൗട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു ഡൗട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു 10-40 മിനിറ്റിൻ്റെ ഒരു വലിയ ലെങ്ത് ഉള്ള ഒരു വീഡിയോ കാണുക അല്ലെങ്കിൽ വലിയൊരു ക്ലാസ് കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ഈ റിവിഷൻ്റെ ചെറിയ ഷോർട്ട് നോട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയൊരു ഫോർമാറ്റൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് റിവിഷൻ പാർട്ട് എടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ദെൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ്. അപ്പോൾ പ്രസന്റ് ഫിനിഷായി. ദെൻ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എന്തായിരുന്നു മെയിൻ ആയിട്ട്? സബ്ജക്റ്റ് പ്ലസ് റേഡ് അല്ലെ, സബ്ജക്റ്റ് പ്ലസ് ഡിഡ്, ഡിഡ് ഫോം അല്ലെ. ഹി റോട്ട് അല്ലെ, കംപ്ലീറ്റഡ്, പ്ലേഡ് എന്നൊക്കെ പറയുന്ന എന്താണ്? ഡിഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ പാസ്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റിലൊരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? വാസ് വേർ, വാസ് വേർ പ്ലസ് വേർ പ്ലസ് ing. വാസ് വേർ പ്ലസ് വേർ പ്ലസ് ing. സിംഗുലർ ആണെങ്കിൽ എന്താണ്? സിംഗുലർ ആണെങ്കിൽ വാസും, പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? they were അല്ലെ, we were, they were, he was, she was അല്ലെ. then next past perfect tense. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റിലൊരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അതെന്താണ്? സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഹാഡ് പ്ലസ് V3. ഹാഡ് റിട്ടൺ V3 അല്ലെ, ഹാഡ് പ്ലേഡ്, ദേ ഹാഡ് പ്ലേഡ് അല്ലെ. അപ്പൊ സിംഗുലർ പാസ്റ്റിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഹാഡ് പ്ലസ് V3 ആണ്. സിംഗുലർ ഓർ പ്ലൂറൽ, ഹി ഷീ ഇറ്റ് ദേ എന്താണെങ്കിലും ഹാഡ് പ്ലസ് V3. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിലൊരു കാര്യം പെർഫെക്റ്റ് ആവുകയും കണ്ടിന്യൂ ആയിട്ട് നടന്ന് പെർഫെക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഹാസ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ing. ഐ ഹാസ് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ing. ഓക്കെ, ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്? നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സബ്ജക്റ്റ് പ്ലസ് വെർ പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1. ഇവിടെ എന്താണ് വരിക? V1 ആണ് കേട്ടോ വരിക, V1. ഓക്കെ,
അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ എന്താണ് ഷാൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രസന്റിൽ സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറൽ എന്തോ ആവട്ടെ, ഹൈ, ഷീ, ഈറ്റ്, ദേ, യു, ഐ, വി എന്തോ ആയാലും എന്താണ് യൂസ് ചെയ്യുക? ഐ വിൽ കോൾ യു ലേറ്റർ അല്ലെ, ഐ വിൽ കോൾ യു ലേറ്റർ, ഐ വിൽ റീഡ്, ഐ വിൽ സ്റ്റഡി. ഓക്കെ, ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചറിൽ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് വിൽ, ഷാൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി, വിൽ ബി പ്ലസ് ഐ എൻ ജി. ഓക്കെ, എന്താണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്? വിൽ ബി പ്ലസ് ഐ എൻ ജി ഫോം. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യം ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ഒരു കാര്യം ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ എന്താ യൂസ് ചെയ്യുക? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. വിൽ ഹാവ് പ്ലസ് V3. എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3. സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ആണ് അല്ലെ, V3 ഫോം ആണ്. റിട്ടൺ എന്നൊക്കെ പറയുന്ന കംപ്ലീറ്റഡ്, പ്ലേഡ് എന്നൊക്കെ പറയുന്ന റിട്ടൺ ഫോം ആണ്. ഓക്കെ, V3 ഫോം ആണ്. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണ്? വിൽ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ആണ്. വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. ഓക്കെ, അപ്പൊ ഇത്രയാണ് ടെൻസസ് ഉള്ളത്. 12 ടെൻസസ് ആണ്. ഇതുപോലെ തന്നെ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ആയിട്ട് ഒരു ടേബിൾ ആയിട്ട് എപ്പോഴും അതിന്റെ ഫോർമാറ്റ് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ടേബിളിൽ എവിടെയെങ്കിലുമൊക്കെ ചുമരുമ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ പിൻ ചെയ്ത് നോട്ട് ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഓപ്പൺ ചെയ്ത് കാണുന്ന രീതിക്കുള്ള നോട്ട്ബുക്കിന്റെ ഒക്കെ ഫ്രണ്ട് സൈഡിൽ വെച്ചാൽ എന്നും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കിത് മൈൻഡിൽ നിൽക്കും. ഓക്കെ, ദെൻ അപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞ് ഇനി ഒരിക്കൽ കൂടെ നമുക്ക് നമ്മുടെ ടെൻസ് എന്ത് ചെയ്യാം? ഒരു മലയാളം എക്സാമ്പിളിന്റെ കൂടെ ഒന്ന് പഠിക്കാം. നമ്മുടെ മദർ ടങ്ങിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ എന്തായിരിക്കും? ഈസി ആയിരിക്കും. ചില സമയത്ത് നമുക്ക് ഫോർമാറ്റ് കിട്ടിയാലും അതിന്റെ മലയാളം അർത്ഥം എന്തായിരുന്നു? ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നടന്നിരുന്നു, അങ്ങനെ ചെറിയൊരു വ്യത്യാസം അറിയാതെ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 12 ടെൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? മലയാളത്തിൽ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ഫോം എന്തായിരുന്നു? ഡസ് ഓർ ഡു ഫോം ആയിരുന്നു. ഹി റൈഡ്സ് എന്താണ്? ഹി റൈഡ്സ് എന്താണ്? ഡു ഓർ ഡേഴ്സ് അല്ലെ, സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡേഴ്സ്. ഓക്കെ, പ്ലൂറൽ ആണെങ്കിൽ എന്താണ്? ഡു ആണ്. സിംഗുലർ ആണെങ്കിൽ എന്താണ് വരിക? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ എന്താ വരിക? ഡസ് ആണ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഹി റൈഡ്സ്. സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഹി റൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ എഴുതുന്നു. എന്താണ്? പ്രസന്റിൽ നടക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. അവൻ എഴുതുന്നു, ഞാൻ പഠിപ്പിക്കുന്നു, നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. എന്താണ്? പ്രസന്റിൽ നടക്കുന്ന സിമ്പിൾ. ഞാൻ നടക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ എഴുതുന്നു, ഞാൻ കഴിക്കുന്നു. ഇങ്ങനെ പ്രസന്റിൽ പറയുന്ന സിമ്പിളായിട്ട് പറയുന്ന കാര്യങ്ങളാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഓക്കെ, ദെൻ അടുത്തത് അവൻ എഴുതുകയാണ്. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, എഴുതുന്നു എന്നുള്ളതിന് ചെറിയൊരു മാറ്റം. എഴുതുകയാണ്. ഓക്കെ, എഴുതുകയാണ്, എന്തോന്ന് കണ്ടിന്യൂ ആയിട്ട് പോവുകയാണ്. ഓക്കെ, ഹി ഈസ് റൈറ്റിംഗ്. എന്താണ്? ഹി ഈസ് റൈറ്റിംഗ്. അറിയാലോ, ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി അല്ലെ. ഈസ്, ആം, ആർ പ്ലസ് ഐ എൻ ജി. അവൻ എഴുതുകയാണ്. പ്രസന്റിൽ അവൻ എന്ത് ചെയ്യാണ്? എഴുതുകയാണ്. കണ്ടിന്യൂ ആണ് അല്ലെ, എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ അവൻ എഴുതുകയാണ്. ഓക്കെ, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസന്റിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ റിസൾട്ട് എന്തുണ്ട്? കഴിയലുണ്ട്. ഓക്കെ, ദെൻ അവൻ എഴുതിയിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എ ലെറ്റർ. അവനൊരു ലെറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. എഴുതി അവന്റെ കയ്യിൽ അതിന്റെ റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് പെർഫെക്റ്റ് ആവുന്നത്. എന്താണ്? ഹാസ്, ഹാവ് പ്ലസ് എന്താണ്? V3 ഫോം ആണ്. ഹാസ്, ഹാവ് പ്ലസ് V3 ഫോം ആണ്. ഓക്കെ, ഓക്കെ, ഹി ഹാസ് റിട്ടൺ. അതിന്റെ മലയാളം കറക്റ്റ് മലയാളം മീനിങ് നോക്കണം. അവൻ എഴുതിയിട്ടുണ്ട്, എഴുതി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതി കഴിഞ്ഞു. പ്രസന്റിൽ ആ വ്യക്തി ആ ലെറ്റർ അല്ലെങ്കിൽ ആ നോവൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ
Present perfect continuous tense. Okay, then he has been writing. എന്താണ്? he has been writing. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റിൽ എന്ത് ചെയ്യാണ്? അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രസന്റിൽ എപ്പോ തുടങ്ങിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തീർന്നിട്ടില്ല, അവൻ എഴുതി കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ എഴുതുന്നു, എഴുതുകയാണ്, എഴുതിയിട്ടുണ്ട്, എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇനി പാസ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു? ഞാൻ എഴുതുന്നു അല്ലെ? ഇതെന്താണ്? എഴുതുന്നു, ഞാൻ എഴുതുന്നു. ഇനി എഴുതി, എഴുതി കഴിഞ്ഞു, പാസ്റ്റ് ആണ് അല്ലെ? എഴുതി എന്ന് പറഞ്ഞാൽ എന്താ? എഴുതി കഴിഞ്ഞു എന്നാണ് അർത്ഥം എഴുതി എന്ന് പറയുമ്പോൾ. അപ്പോൾ എഴുതുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്തുകൊണ്ടിരിക്കാൻ. എഴുതി എന്ന് പറഞ്ഞാൽ എഴുതി കഴിഞ്ഞു, എഴുതി കഴിഞ്ഞു എടുത്തു വെച്ചു, അതിനാണ് എഴുതി എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യം കേട്ടോ. സിമ്പിൾ പാസ്റ്റ്, അവൻ എഴുതി, ഹി റോട്ട്. എന്താണ്? അവൻ എഴുതി. ഡിഡ് ഫോം അല്ലേ യൂസ് ചെയ്യാ. സിമ്പിൾ പാസ്റ്റ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഡിഡ് ആണ് കേട്ടോ. ഒന്ന് നോക്കാനുള്ള സബ്ജക്റ്റ് പ്ലസ് ഡിഡ്. അവിടെ ഡു ഡ്രസ്സിന്റെ ഒന്നും ഡു ആണോ ഡെസ് അങ്ങനെയൊന്നുള്ള ഒറ്റ ഫോമേ ഉള്ളൂ, ഡിഡ് ഫോം. ഓക്കെ, ദെൻ ഹി റോട്ട്, സിമ്പിൾ പാസ്റ്റ് ആണ്. എന്താണ്? അവൻ എഴുതി. എഴുതി, എഴുതി എന്ന് പറയുമ്പോൾ അവൻ എഴുതി കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പാസ്റ്റിൽ കണ്ടിന്യൂ ആയിട്ടുള്ള ടെൻസ്. പാസ്റ്റിൽ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിലാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കാം, ഹി വാസ് റൈറ്റിംഗ്. വാസ് ഓർ വേർ പ്ലസ് ഐ എൻ ജി ആണ് കേട്ടോ. ഓക്കെ, എന്താണ്? വാസ് ഓർ വേർ പ്ലസ് ഐ എൻ ജി. വാസ് ഓർ വേർ പ്ലസ് ഐ എൻ ജി. എന്താണ്? അവൻ എഴുതുകയായിരുന്നു. എന്താണ്? അവൻ എഴുതുകയായിരുന്നു. അപ്പൊ അവൻ എന്ത് ചെയ്യായിരുന്നു? എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ എഴുതുകയായിരുന്നു. ഹി വാസ് റൈറ്റിംഗ്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റിൽ ഒരു കാര്യം പെർഫെക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിലാണ് എന്ത് യൂസ് ചെയ്യുക? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹി ഹാഡ് റിട്ടൺ. എന്താണ്? ഹി ഹാഡ് റിട്ടൺ. റിട്ടൺ. ഓക്കെ, ഹാഡ് പ്ലസ് V3 ഫോം. എന്താണ്? ഹാഡ് പ്ലസ് V3 ഫോം. ഹാഡ് പ്ലസ് V3 ഫോം. ഓക്കെ, ഹി ഹാഡ് റിട്ടൺ. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താണ്? അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആണ് അല്ലെ? എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അതിലൊരു കണ്ടിന്യൂഷൻ വരുന്നത്. ഇത് പെർഫെക്റ്റ് ആണ്. അവൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവൻ ഹോംവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവനൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് ആണ്. പാസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ എഴുതി തീർന്നിട്ടുണ്ട് എന്നർത്ഥം. ഓക്കെ, ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. നോക്കാം, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. എന്താണ്? ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. എന്താണ് അതിന്റെ ഫോം? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി ഫോം ആണ്. എന്താണ്? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് ഐ എൻ ജി. ഓക്കെ, നോക്കാം, ഹി ഹാഡ് ബീൻ റൈറ്റിംഗ്. മലയാളം മീനിങ് നോക്കാം, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? എന്താ അല്ലേ? അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടെ ഒന്ന് പോയി നോക്കിയാൽ തന്നെയുള്ളൂ അതിന്റെ മീനിങ് മനസ്സിലാവുക. മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നീളം പോകുന്നില്ലേ? ഇത്രയും നീളം പോകുന്ന പോലെ തന്നെ എന്താണ്? കണ്ടിന്യൂ ആണ്. അതുകൊണ്ട് തന്നെ ആ മലയാള വാക്കിലും ഉണ്ട് കുറച്ച് ലെങ്ത് അല്ലെ? എന്താണ്? അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ദെൻ ഇനി ഫ്യൂച്ചർ ആണ്. ഇപ്പോ എന്തൊക്കെ പഠിച്ചു? എഴുതി, എഴുതുന്നു എന്ന് പഠിച്ചു അല്ലെ? എഴുതി, എഴുതുന്നു. എഴുതി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, എഴുതുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ്. ഇനി അവിടെയും കൂടെ പോണം. എന്താണ്? എഴുതും അല്ലെ? എഴുതുന്നു, എഴുതി, എഴുതും. ഓക്കെ, നോക്കാം, ഹി വിൽ റൈറ്റ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. അവൻ എഴുതും. ഓക്കെ, ഇപ്പോ പോകും, അവൻ പോകും, അവൻ കഴിക്കും, അവൻ കാണാൻ പോകും എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ തന്നെ ഞാൻ നാളെ അവിടെ പോകും എന്നൊക്കെ പറയുന്ന പോലെ അവൻ എഴുതും. ഹി വിൽ റൈറ്റ്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1 ആയിരുന്നു അല്ലെ? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് V1. ഓക്കെ, ഹി വിൽ റൈറ്റ്. അവൻ എഴുതും, അല്ലെങ്കിൽ ഷീ വിൽ റൈറ്റ്. അവൾ എഴുതും. ഓക്കെ, ദെൻ ഹി വിൽ ബി റൈറ്റിംഗ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചറിൽ ഒരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നടക്കുകയാണ്. ഓക്കെ, എപ്പോഴും തുടങ്ങിയ ഒരു പ്രവൃത്തി ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ആയിട്ട് നടക്കുമ്പോൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. വിൽ ബി സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ing ആണ്. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ing. സബ്ജക്ട് പ്ലസ്
will be plus ing. ഓക്കെ, നമുക്ക് മലയാളം മീനിങ് നോക്കാം. അവൻ എഴുതുകയായിരിക്കും, അവൻ എഴുതുകയായിരിക്കും. ഫ്യൂച്ചറാണ്, നമ്മൾ ഒരു ഗസ് പോലെയാണത് അല്ലെ, ഒരു ഗസ് പോലെയാണ്. നാളെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? അവൻ അവിടെ എഴുതുകയായിരിക്കും, അല്ലെ അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അവൻ എന്തായിരിക്കും? അവൻ എഴുതുകയായിരിക്കും. ഓക്കെ, ഹി വിൽ ബി റൈറ്റിംഗ്. ഓക്കെ, ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇനി ഫ്യൂച്ചറിലെ പെർഫെക്റ്റ് ടെൻസ് നോക്കാം. ഓക്കെ, ഹി വിൽ ഹാവ് റിട്ടൺ. അവൻ എന്തായിരിക്കും? അവൻ എഴുതിയിട്ടുണ്ടാകും. എന്താണ്? അവൻ എഴുതിയിട്ടുണ്ടാകും പറഞ്ഞാൽ എന്താണ്? അവൻ എഴുതിയിട്ടുണ്ടാകും. ഫ്യൂച്ചറിൽ അതെന്താണ്? പെർഫെക്റ്റ് ആണ്, അവൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും ഫ്യൂച്ചറിൽ. ഓക്കെ, ഫ്യൂച്ചറിൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? പെർഫെക്റ്റ് ആയിരിക്കും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ റിസൾട്ട് കാണുന്നില്ല, ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ആയിരിക്കും. പക്ഷെ ഫ്യൂച്ചറിൽ റിസൾട്ട് എന്തായിരിക്കണം? പെർഫെക്റ്റ് ആവണം. അപ്പൊ ഇവിടെ മീനിങ് കറക്റ്റ് ഒന്ന് മലയാളത്തിൽ നോക്കണം നിങ്ങൾ. അവൻ എഴുതിയിട്ടുണ്ടാവും, അവനത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ പറയാറില്ലേ? നമ്മൾ നാളെ അവിടെ ചെല്ലുമ്പോഴേക്കും അവൻ അതൊക്കെ എഴുതി നല്ല വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ആ മീനിങ് ആണത്. അവൻ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഞാൻ പറയുന്ന പോലെ തന്നെ ഇങ്ങനെയുള്ള വാക്കിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വെച്ച് പോയാൽ തന്നെയുള്ളൂ അത് നമുക്ക് മനസ്സിലാവുക. ഹി വിൽ ഹാവ് ബീൻ റൈറ്റിംഗ്. will have plus been plus ing. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് will have plus been plus ing. മീനിങ് നോക്കാം. അവൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ ഒരു പ്രവൃത്തി എപ്പോഴോ തുടങ്ങി കണ്ടിന്യൂ ആയിട്ട് നടന്ന് ഫ്യൂച്ചറിൽ എപ്പോഴോ ആ പ്രവൃത്തി എന്താവും? അവസാനിക്കുകയും ചെയ്യും. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഓക്കെ, അപ്പോൾ 12 ടെൻസസും ഈ ഒരു റിവിഷൻ പാർട്ടിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. റിവിഷൻ പാർട്ടിലൂടെയും അതുപോലെ തന്നെ മലയാളത്തിലുള്ള ഒരേ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഈ മലയാളത്തിൽ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് കാണുക. ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യാം? വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുക, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു വിത്ത് നെക്സ്റ്റ് ക്ലാസ്.